ഹലോ നമസ്കാരം. കൊക്കോ ബട്ടറും കോഫി പൗഡറും വെച്ചിട്ടുള്ളൊരു സോപ്പാണിത്. അപ്പോൾ കൊക്കോ ബട്ടർ നമ്മുടെ സ്കിന്നിനെ ഡ്രൈനെസ്സൊക്കെ മാറ്റിയിട്ട് നല്ല മോയ്സ്ചറൈസിങ് ഫീൽ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കും. കോഫി പൗഡർ നമ്മുടെ സ്കിന്നിലെ ടാനുകളൊക്കെ മാറ്റിയിട്ട് സ്കിന്നിനൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരും. അപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓയിലും ലൈഫ് സൊല്യൂഷനൊക്കെ പ്രീ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കോക്കനട്ട് ഓയിൽ 105 ഗ്രാം, പാം ഓയിൽ 60 ഗ്രാം, കാസ്റ്റർ ഓയിൽ 15 ഗ്രാം, റൈസ് ബ്രാൻ ഓയിൽ 90 ഗ്രാം, ഇത്രയും ഓയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കോഫി പൗഡറാണ് 6 ഗ്രാം. അടുത്തത് ലൈഫ് സൊല്യൂഷൻ, ഇത് 87.06 ഗ്രാം DM വാട്ടറിലേക്ക് 43.53 ഗ്രാം കാസ്റ്റിക് സോഡ ഇട്ട് തലേ ദിവസം ഇട്ട് വെച്ചതാണ്. ഇനി ഇത് കൊക്കോ ബട്ടറാണ്. ഇപ്പോൾ കൊക്കോ ബട്ടർ ഷിയ ബട്ടർ പോലെയല്ല, കുറച്ച് ഹാർഡാണ്. അപ്പോൾ അത് മെൽറ്റ് ആവാൻ ഇത്തിരി പാടാണ്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം. അതിൻ്റെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ലൈഫ് സൊല്യൂഷൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച ഓയിലിൻ്റെയും. അപ്പോൾ ഈ കൊക്കോ ബട്ടർ ഇട്ടതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊക്കോ ബട്ടർ ഹാർഡായതുകൊണ്ട് മെൽറ്റ് ആവാനായിട്ട് കുറച്ച് പാടായിരിക്കും. നമുക്ക് ബ്ലെൻഡർ തന്നെ ഉപയോഗിക്കേണ്ടി വരും. ബ്ലെൻഡർ ഉപയോഗിക്കാം. ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറച്ചധികം നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ആ ഓയിലിൽ നന്നായിട്ട് ബ്ലെൻഡ് ആവാനായിട്ട്. അപ്പോൾ കൊക്കോ ബട്ടർ ഈ ഓയിലിൽ ഒരുവിധം മിക്സ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ലൈഫ് സൊല്യൂഷനാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ടൊരു സ്ട്രെയിനർ എടുത്തിട്ട് ലൈഫ് സൊല്യൂഷൻ നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബ്ലെൻഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സ്പാച്ചില വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം കേട്ടോ. സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും, അത്രയേ ഉള്ളൂ. നമ്മൾ കുറേ അധികം നേരം സ്പാച്ചില വെച്ച് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ബ്ലെൻഡർ ആകുമ്പോൾ പെട്ടെന്ന് കഴിയും. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലെൻഡർ ഉള്ളതുകൊണ്ട് ഞാൻ ബ്ലെൻഡർ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ബ്ലെൻഡർ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഹൈ പ്രഷറിൽ ബ്ലെൻഡ് ചെയ്യാതെ നിർത്തി നിർത്തി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ തിക്നെസ്സായി, അതായത് ഓയിലും ലൈഫ് സൊല്യൂഷനും മിക്സായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. കാരണം ഇത് കഴിഞ്ഞ് നമുക്ക് പൗഡേഴ്സൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ പൗഡറൊക്കെ ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ തിക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് ഞാനൊരു കപ്പിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 6 ഗ്രാം കോഫി പൗഡർ എടുത്തിട്ടുള്ളത് ടോട്ടൽ. അപ്പോൾ അതിൽ നിന്നൊരു 4 ഗ്രാം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കോഫി പൗഡർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇസെൻഷ്യൽ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ബാക്കിയുള്ള ബാറ്ററിലേക്ക് നമുക്ക് ഇസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ടോട്ടൽ ഞാൻ 12 ഗ്രാം ഇസെൻഷ്യൽ ഓയിലാണ് ഈ സോപ്പിന് എടുത്തിട്ടുള്ളത്. അതിൽ 8 ഗ്രാം മുമ്പ് ആഡ് ചെയ്തു. ഇനി 4 ഗ്രാമും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇസെൻഷ്യൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് ടൈം വെക്കണ്ട. എല്ലായിടത്തും ഒന്ന് മിക്സായെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് മോൾഡിലേക്ക് മാറ്റണം.
ഇത് ഞാൻ 3 ലെയർ സോപ്പായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒഴിക്കുന്നത്. നിങ്ങൾക്കിത് ടോട്ടൽ ബാറ്ററിലേക്ക് കോഫി പൗഡർ ഇട്ടിട്ടും സോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള പോർഷനിലേക്ക് കുറച്ച് കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ബാറ്റർ തിക്കായി തുടങ്ങി, അതിൻ്റെ കൺസിസ്റ്റൻസി ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് ബാറ്റർ വയ്ക്കും തോറും തിക്കായിക്കൊണ്ടേയിരിക്കും. ഇതുകൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 24 മണിക്കൂറിന് ശേഷമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഇതൊന്ന് കറക്റ്റായിട്ട് സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് 100 ഗ്രാം വരുന്ന 3 സോപ്പിനുള്ള മെഷർമെൻറ്റിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം.